കണ്ണൂരിൽ മഴയുടെ കാഠിന്യത്തിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. പക്ഷേ ജില്ലയിൽ ഇപ്പോഴും ഓറഞ്ച് അലർട്ടാണ്. ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 പേരെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള രാജേഷിനും പേരാവൂർ സ്വദേശിയായിട്ടുള്ള ഹനീഫയ്ക്കും വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. വിവരങ്ങളുമായി മിഥുൻ പിള്ളയുണ്ട് കണ്ണൂരിൽ നിന്ന്. മിഥുൻ, നമ്മൾ കഴിഞ്ഞ ദിവസം ഈ മഴയുമായി ബന്ധപ്പെട്ട കെടുതികൾ അത് ആദ്യമായി ശക്തി പ്രാപിച്ച ദിവസം ഈ ഹനീഫ ഒഴുകിപ്പോകുന്ന ദൃശ്യങ്ങൾ കേരളം മുഴുവൻ കണ്ടതാണ്. ഇപ്പോഴും ഹനീഫയെയും മറ്റൊരാളെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കണ്ണൂരിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള ദുരിത വാർത്തകൾ എന്തൊക്കെയാണ് മിഥുൻ? പ്രജിത്ത്, കണ്ണൂരിൽ മഴയുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത അത്ര കാഠിന്യം മഴയ്ക്കില്ല എന്ന് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം പലയിടത്തും താഴ്ന്ന ചില പ്രദേശങ്ങളിലാണ് വെള്ളക്കെട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കണ്ണൂർ കക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണുന്നതിൻ്റെ ഒരു ഭാഗത്ത് പുഴയാണ്. ആ പുഴയോട് ചേർന്നുള്ള ഭാഗത്തെ റോഡ് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. ഇത് സാധാരണഗതിയിൽ ശക്തമായ മഴ ഒരു 2 മണിക്കൂറൊക്കെ മഴ നിന്ന് പെയ്തു കഴിഞ്ഞാൽ വെള്ളം കയറുന്നൊരു പ്രദേശമാണ്. അവിടെ ഇപ്പോഴും ഒരു പ്രയാസമുണ്ട് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ വ്യക്തമാണ്. അതേസമയം മറ്റിടങ്ങളിൽ മലയോര മേഖലകളിൽ ഉൾപ്പെടെ ഈ മഴയുടെ കാഠിന്യം അല്പം കുറഞ്ഞിട്ടുണ്ട്. അത് അല്പം ആശ്വാസം നൽകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മാത്രമല്ല, നമുക്കറിയാം ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ വിദ്യാലയങ്ങൾക്ക് കളക്ടർ അവധി നൽകുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ 2 പേരാണ് ഈ കഴിഞ്ഞ ദിവസം മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയി കാണാതായത്. അവരെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നൊരു ദുഃഖകരമായൊരു വാർത്ത കൂടിയുണ്ട്. തിരുവനന്തപുരം സ്വദേശിയായ രക്ഷാപ്രവർത്തകൻ നീന്തൽ പരിശീലകൻ കൂടിയായ രാജേഷ്, അതുപോലെ തന്നെ പേരാവൂർ സ്വദേശിയായ ഹനീഫ. രാജേഷ് ഒഴുക്കിൽപ്പെട്ടത് വളരെ ദാരുണമായ സംഭവമാണ്. കാരണം തുരുത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരാളെ രക്ഷിക്കുന്നതിനിടെയാണ് രാജേഷ് ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. രാജേഷിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. മറ്റൊരാൾ പേരാവൂർ സ്വദേശിയായ ഹനീഫയാണ്. പ്രജിത്ത് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഒഴുകി പോകുന്നത് കേരളം മുഴുവൻ കണ്ടതാണ്. തേങ്ങ പറക്കാൻ വേണ്ടി പുഴയിൽ ഇറങ്ങിയ സമയത്താണ് അദ്ദേഹം ഇത്തരമൊരു അപകടത്തിൽപ്പെടുന്നത്. ഇപ്പോഴും ഹനീഫയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലും സജീവമായി തന്നെ നടക്കുന്നുണ്ട്. ഇതുവരെ ഏതാണ്ട് 671ഓളം പേരാണ് നിലവിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. മഴയുടെ കാഠിന്യം കുറഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഇവരെ വീടുകളിലേക്ക് തിരികെ വിടുക എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരാളാണ് ഇതുവരെ ഈ ഒരു മഴക്കെടുതിയിൽ കണ്ണൂർ ജില്ലയിൽ മരണപ്പെട്ടതായി സ്ഥിരീകരിച്ചത്. അത് അപ്പു എന്ന് പറയുന്ന കൂത്തുപറമ്പ് സ്വദേശിയാണ്. അദ്ദേഹത്തെ മാത്രമാണ്, ആ ഒരു മരണം മാത്രമാണ് കണ്ണൂർ ജില്ലയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. മറ്റു 2 പേർ ഒഴുക്കിൽപ്പെട്ടു പോയതാണ്. അവരെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നൊരു ദാരുണമായ ഒരു സംഭവം കൂടിയുണ്ട്. ഏതായാലും മഴ കാഠിന്യം കുറഞ്ഞെങ്കിൽ പോലും ഇപ്പോഴും ചെറുതായി പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ എടുത്ത് പറയേണ്ടത്. കാരണം മലയോര മേഖലയിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷ മഴയുടെ കാഠിന്യം അല്പം കുറഞ്ഞിട്ടുണ്ട്. പ്രജിത്ത്. ഓക്കെ, മിഥുൻ പിള്ളയാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.